സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് തീവ്ര മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ വെള്ളത്തിൽ. കലിമഴയിൽ പൊഴിഞ്ഞത് 25 ജീവനാണ്. കാണാതായ 4 പേർക്കായി തിരച്ചിൽ. 52 വീടുകൾ തകർന്നു. 565 വീടുകൾക്ക് കേടുപാട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,000-ലേറെ പേർ. മഴക്കെടുതിയിൽ ആശ്വാസ നടപടികൾക്ക് സർക്കാർ. ഇന്നത്തെ മന്ത്രിസഭാ യോഗം സ്ഥിതി വിലയിരുത്തും. ആറന്മുള ഉൾപ്പെടെ ദുരന്തബാധിത മേഖലകളെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചേക്കും. കൃഷിനാശത്തിൽ വർദ്ധിപ്പിച്ച ധനസഹായവും തീരുമാനിക്കും. മന്ത്രി CP ജോണിന്റെ അധിക്ഷേപ പരാമർശത്തിൽ വ്യാപകമായ പ്രതിഷേധം. വനിതകളെ ആകെ അപമാനിച്ചുവെന്ന പ്രതിപക്ഷം. മന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ. ഐക്യമുന്നണിയിലും അമർഷം. മന്ത്രിസഭാ യോഗത്തിലും വിഷയം ചർച്ചയാകും. ഉദയനിധി സ്റ്റാലിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം. വിജയ് സർക്കാർ പെരുമാറിയത് ഭീകരവാദിയെ പോലെയെന്ന് ഉദയനിധി. ഇന്ന് തുടങ്ങുന്ന അസംബ്ലി ബജറ്റ് സമ്മേളനത്തിൽ അറസ്റ്റ് നടപടിയിൽ പ്രതിഷേധത്തിന് DMK. രാഷ്ട്രീയ നീക്കങ്ങളിൽ മനസ്സ് തുറക്കാൻ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കാണും. ബംഗ്ലാദേശിലേക്കുള്ള മടക്കത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇന്ത്യയോട് ആവർത്തിച്ച് ബംഗ്ലാദേശ്. UPI പേയ്മെന്റുകൾക്ക് ഫീസ് വരുന്നു. ഗൂഗിൾ പേ ഉൾപ്പെടെ പണമിടപാടുകൾക്ക് ചെലവ് വരും. മാറ്റം പാർലമെന്റിൽ അവതരിപ്പിച്ച ക്രയവിക്രയ നിയമങ്ങളിലെ ഭേദഗതിയെ തുടർന്ന്.